സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഞാൻ ലഡാക്ക് റോഡ് ട്രിപ്പിന് വേണ്ടി കൊണ്ടുപോയ സാധനങ്ങളെ പറ്റിയാണ്. സോ ബേസിക്കലി 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് എനിക്ക് വേണ്ടി കൊണ്ടുപോയ സാധനങ്ങളും 2 കാറിന് വേണ്ടി കൊണ്ടുപോയതും. ഇതിൽ ഒട്ടുമിക്ക സാധനം ഞാൻ ആമസോണിനാണ് വാങ്ങിയത്. അപ്പം അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ആദ്യം വാട്ടർ ക്യാൻ. സോ ഒരു 34 days റോഡ് ട്രിപ്പായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്തുകൊണ്ട് പോയി. പിന്നെ ലഡാക്കിൽ വെച്ചാണ് റീഫിൽ ചെയ്യുന്നത്. സോ ഇത് ടാങ്കിൽ നിന്ന് ഈ ക്യാനിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള പമ്പാണിത്. ഇത് ഞാൻ ആമസോണിനാണ് വാങ്ങിയത്. ഇതും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ആക്ച്വലി മൊബൈൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ചാർജ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 6 മാസമായി. പക്ഷേ ഇപ്പോഴിത് വർക്കാവുന്നുണ്ട്. പിന്നെ ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് ടൈറ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടിപ്പോയിക്കൊണ്ടിരിക്കും. അതല്ലാണ്ട് ദിസ് വാസ് വർക്കിംഗ് ഗുഡ്. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡാക്കിൽ തണുപ്പായതുകൊണ്ട് എൻ്റെ വിൻ്റർ ക്ലോത്ത്സാണ്. ഇത് ആക്ച്വലി ഡെക്കാത്ലോണിനാണ് വാങ്ങിയത്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇത് ഇതുപോലെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഇതായിരുന്നു ആ ജാക്കറ്റ്. ഇത് അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു -5 -10 ആയിരുന്നു. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആ ടെമ്പറേച്ചർ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആക്ച്വലി ഉള്ളിൽ തെർമൽസ് ഇടണം. എന്നാലേ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ തണുപ്പിൽ നിന്ന്. ഇത് പിന്നെ എൻ്റെ വൂളൻ ക്യാപ്പും ഗ്ലൗസും വൂളൻ സോക്സും ആയിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ഡെക്കാത്ലോണിനായിരുന്നു. ഇത് ബാംഗ്ലൂർ വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിയത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലഡാക്കിൽ ചെന്നിട്ട് വാങ്ങാം. പക്ഷേ നല്ല തണുപ്പുള്ള സീസൺ ആണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ പറയുമ്പോൾ റെയിൻകോട്ട്, ഇതും ആവശ്യമൊന്നും വന്നില്ല. ഞാൻ ഇൻ കേസ് വെള്ളത്തിൽ വല്ല ഇറങ്ങണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോയതാണ്. പിന്നെ ദ വെരി ഇമ്പോർട്ടൻറ്റ് ഈ ബാഗ്. ഇത് ഞാൻ ഡെക്കാത്ലോണിൽ വാങ്ങിയതാണ്. വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ ഇതിലായിരുന്നു വെച്ചിരുന്നത്. എൻ്റെ ഫോട്ടോസ് എല്ലാം നോക്കിയാൽ അറിയാം ഇതെപ്പോഴും ഇങ്ങനെ കിടക്കുമായിരുന്നു. സോ ഇത് നഷ്ടപ്പെട്ടു പോകുന്നുള്ളിൽ നല്ല പേടിയുള്ളതുകൊണ്ട് സാധനം ഉറങ്ങുമ്പോൾ അല്ലാണ്ട് ഇതെപ്പോഴും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റോഡ് ട്രിപ്പ് പോകുമ്പോൾ നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഇതെപ്പോഴും നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മളോട് തന്നെ നിന്നോളും. അത് നമ്മളെവിടെയെങ്കിലും മറന്ന് വെച്ച് പോകില്ല, എടുക്കാൻ മറന്നു എന്നുള്ള ഇഷ്യൂസ് വരുന്നില്ല. ദിസ് വാസ് വെരി യൂസ്ഫുൾ. പിന്നെ നോക്കുമ്പോൾ പെപ്പർ സ്പ്രേ. ഞാൻ ശ്രീനഗർ വരെ ഒറ്റയ്ക്കാണ് പോയത്. അപ്പം ഇതും കയ്യിലെപ്പോഴും ഉണ്ടായിരുന്നു. ഇതും യൂസ് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ല. പിന്നെ ഓഡോമസ്. നമ്മൾ പലയിടത്ത് പോകുമ്പോഴും നല്ല കൊതുക് കാണും. അപ്പം ഇതും ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയില്ല, പഞ്ചാബിൽ എത്തിയിട്ടാണ് വാങ്ങിയത്. അപ്പം ഇതും ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. പിന്നെ ഇവിടെ ഞാൻ കാണിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ടോയ്ലറ്ററി ബാഗാണ്. അതായത് നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, കുറേ അങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ മെയിനായിട്ട് കൊണ്ടുപോകേണ്ട 3 കാര്യങ്ങളുണ്ട്. 1 സൺസ്ക്രീൻ, 2 മോയ്സ്ചറൈസർ, 3 ലിപ് ബാം. കാരണം ലഡാക്കിലെ ക്ലൈമറ്റ് വെച്ച് ചുണ്ടൊക്കെ വരണ്ട് പൊട്ടും, കൈയൊക്കെ ആണെങ്കിലും അതെ. അപ്പം ലിപ് ബാം എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. സൺസ്ക്രീൻ ആണെങ്കിലും നല്ലപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളതാണ് സൺഗ്ലാസസ്. പിന്നെ എൻ്റെ വാലറ്റ് ആക്ച്വലി ഞാൻ 2 വാലറ്റ് കൊണ്ടുപോയായിരുന്നു. നമ്മൾ സ്ഥിരം എടുക്കുന്നതിനകത്ത് അധികം പൈസ ഒന്നും വെക്കാണ്ട് വേറൊരെണ്ണം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ UPI പേയ്മെൻ്റ് ഒക്കെ വന്നതോടുകൂടി ഇപ്പോൾ കാശ്മീർ വരെ നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലായിടത്തും ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ എടുക്കുന്നുണ്ട്. ലഡാക്കിൽ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചിലയിടത്ത് പൈസ കൊടുക്കേണ്ട ആവശ്യം വരും. പിന്നെ ഉള്ളതാണ് ഓക്സിജൻ ക്യാൻ. ഇതെനിക്ക് ഉദാഹരണം യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതിൽ ഞാൻ 3 എണ്ണം കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ മാസ്കും വരുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പിന്നെ അതുപോലെയാണ് ബൂട്ട്. ഇത് വാട്ടർ പ്രൂഫ് ബൂട്ടല്ല, വുഡ്ലാൻഡ്സിൻ്റെ ബൂട്ടാണ്. പക്ഷേ ഈ ഹീൽ ഇത്രയും സൈസുള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാം. അതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും കയറത്തില്ല. നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഇത്. നമ്മൾ റൈഡിങ് ബൂട്ടല്ല, ബട്ട് നല്ലൊരു ബൂട്ടാണിത്. വുഡ്ലാൻഡ്സിൻ്റെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇത്. പിന്നെ ഒരു ഫ്ലാസ്ക് കൊണ്ടുപോയായിരുന്നു. പിന്നെ വാട്ടർ ബോട്ടിലും. സോ ഇത്രയാണ് ഞാൻ എനിക്ക് വേണ്ടി കൊണ്ടുപോയത്. ഇനി കാറിന് വേണ്ടി കൊണ്ടുപോയത് മെയിൻ കാര്യം കാറിൻ്റെ ഫ്ലൂയിഡ്സ്. ഒന്ന് എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്. ഇതിൽ എൻജിൻ ഓയിൽ ടോപ്പപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഗിയർ ഓയിലും ടോപ്പപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കൂളൻ്റും ബ്രേക്ക് ഫ്ലൂയിഡും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ കാറിൻ്റെ ഷാമ്പു വരുന്നത്. പിന്നെ ഇതാണ് മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇത് ഷൈനെക്സ് പ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സാധനം.
കാരണം എന്തായാലും വണ്ടി നല്ലപോലെ എല്ലാ ദിവസവും ചെളിയാകും. അപ്പം നനച്ചിട്ട് ഞാൻ തുടയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇത് പറ്റുമെങ്കിൽ എല്ലാവരും വാങ്ങണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നുള്ളതാണ് ടോ റോപ്പ്. ഇത് ആക്ച്വലി ഇൻ കേസ് നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പെട്ടുപോയാലും വേറൊരു വണ്ടിയിൽ കെട്ടി വലിക്കാനായിട്ടുള്ള ടോ റോപ്പാണ്. ഇത് ഞാൻ ആമസോണിലാണ് എടുത്തത്. പിന്നെ കുറച്ച് ബഞ്ച് ഓഫ് വയേഴ്സ്, ഇൻസുലേഷൻ ടേപ്പ്, പിന്നെ ഒരു പേപ്പർ നൈഫ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ഹെഡ് ടോർച്ച്. ഹെഡ് ടോർച്ചിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇൻ കേസ് വണ്ടിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിത് നെറ്റിൽ പിടിപ്പിച്ചിട്ട് വർക്ക് ചെയ്യാം. കയ്യിൽ ലൈറ്റ് പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളതാണ് ജമ്പർ കേബിൾ. ഇത് ആക്ച്വലി ആമസോൺ ബേസിക്സിൻ്റെ ജമ്പർ കേബിളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, എനിക്കൊന്ന് 10 feet ആയിരുന്നു തോന്നുന്നു ഇതിൻ്റെ ലെങ്ത്ത്. ദിസ് വാസ് ദ കേബിൾ. ഇതും യൂസ് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ല. സ്റ്റിൽ റോഡ് ട്രിപ്പ് പോവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ കയ്യിൽ വെക്കുന്ന നല്ലതാണ്. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഉള്ളതാണ് പഞ്ചർ കിറ്റും. ഇതിലും ബേസിക് അതിൻ്റെ ടൂൾസ് എല്ലാം ഉണ്ട്. പിന്നെ ഇത് ഇഗ്നിഷൻ കോയിൽ. ഇതും മോസ്റ്റ്ലി ഇപ്പോഴത്തെ വണ്ടിയിലൊന്നും ഇല്ല. ഞാൻ ഇൻ കേസ് പോവുകയാണെങ്കിൽ ഒരു സ്പെയർ ആയിട്ട് കൊണ്ടുപോയതാണ്. ആൻഡ് WD-40 എന്തെങ്കിലും ടൈറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അയക്കാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടൂൾ ബോക്സാണ്. ഇതിലാണ് അത്യാവശ്യം കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്യൂസ്, നമ്മുടെ കാറിലെ ഫ്യൂസസ്. ഇത് ആക്ച്വലി പഴയ വെഹിക്കിൾസിൻ്റെയാണ്. പുതിയ കാറിൻ്റെയൊക്കെ കുറച്ചും കൂടി ചെറുതായിരിക്കും. ഈ എഴുതിയിരിക്കുന്നതാണ് ഇതിൻ്റെ ആംബിയർ റേറ്റിംഗ്. 10 amps-ൻ്റെ 10 ഉണ്ട്, 30s ഉണ്ട്. സോ നമ്മുടെ കാറിൻ്റെ ഏതൊക്കെ ഫ്യൂസസാണ് യൂസ് ചെയ്യുന്നത് നോക്കുക. ഇതിൻ്റെ കുറച്ച് സ്പെയർ എടുത്ത് വെച്ച്, കാരണം ഇൻ കേസ് എന്തെങ്കിലും പോലെ നമുക്ക് തന്നെ മാറ്റിയിടാനുള്ളതേ ഉള്ളൂ. പിന്നെ എംസീൽ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ടൈസാണ്. ടൈസ് ആക്ച്വലി വളരെ യൂസ്ഫുള്ളാണ്. ഇൻ കേസ് കാറിൽ എന്തെങ്കിലും സാധനം പോയി കഴിഞ്ഞാലും നമുക്ക് കെട്ടിവെച്ച് അത്യാവശ്യം ദൂരെ കൊണ്ടുവരാൻ പറ്റും. ദിസ് വാസ് വെരി യൂസ്ഫുൾ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മൾട്ടിമീറ്ററാണ്. എന്തെങ്കിലും ഇലക്ട്രിക്കലി ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ കാറിൽ ആക്ച്വലി നോക്കുമ്പോഴത്തേക്ക് യൂഷ്വലി സ്പാനേഴ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്നത് റാച്ചറ്റായിരിക്കും. ഇത് ടപ്പാരിയുടെ റാച്ചറ്റാണ്. സോ ഇതുണ്ടായിരുന്നു. ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. ബട്ട് ദിസ് ഈസ് ഓൾസോ വെരി യൂസ്ഫുൾ. എന്തെങ്കിലും നമുക്ക് അയക്കണമെങ്കിലൊക്കെ റാച്ചറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ഒരു സ്പാനർ സെറ്റും. പിന്നെ ഇതും എനിക്കൊന്ന് സ്റ്റാൻലിയുടെ സ്പാനർ സെറ്റാണ്. എൻ്റെ നോസ് പ്ലെയർ. ഇത്രയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാറിൻ്റെ യൂഷ്വലി വരുന്ന വീൽ സ്പാനറും നമ്മുടെ ഹസാർഡ് ട്രയാങ്കിളൊക്കെ. അത് ഞാൻ എടുത്ത് പറയുന്നില്ല, യൂഷ്വലി എല്ലാ കാറിലും കാണുന്നതാണ്. പിന്നെ ഇതിൻ്റെ പുറമെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മെഡിസിൻസ് ആണ്. മെഡിസിൻസ് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എടുക്കുക.